ദില്ലി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധം തുടരുന്നു. ദില്ലി ജന്തർ മന്ദറിൽ AAP ഉപവാസം ആരംഭിച്ചു. ആതിഷി മർലേന, സൗരഭ് ഭരദ്വാജ് അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും ഉപവാസത്തിൽ പങ്കെടുത്തിരുന്നു. മദ്യനയ അഴിമതി ഉന്നയിച്ച് ദില്ലിയിൽ BJPയും പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ജന്തർ മന്ദറിൽ നിന്ന് നോബൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ന് രാജ്യവ്യാപകമായി ഉപവാസ സമരത്താണ് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമ്മളുള്ളത് ജന്തർ മന്ദറിലാണ്. ജന്തർ മന്ദർ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. നിരവധി ആളുകൾ ഉപവാസവുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ പിന്തുണയുമായി നൂറുകണക്കിന് വരുന്ന ആം ആദ്മി പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം ഇവിടെ പുരോഗമിക്കുന്നത്. 11 മണിക്കാണ് ഈ നിരാഹാര സമരം ആരംഭിച്ചത്. വൈകുന്നേരം വരെ ഈ സമരം തുടരും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. പ്രധാനപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. വേദിയിലേക്ക് പോയി കഴിഞ്ഞാൽ വേദിയിൽ മന്ത്രിമാരായ ആതിഷി മർലേന, അതോടൊപ്പം തന്നെ സഞ്ജയ് സിംഗ്, കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്നിറങ്ങിയ സഞ്ജയ് സിംഗ് MP, അതോടൊപ്പം തന്നെ ഗോപാൽ റായ് അടക്കമുള്ള പ്രധാനപ്പെട്ട ദില്ലി മേയർ ഷെർലി ഒബ്രോയ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം നമുക്ക് വേദിയിൽ കാണാൻ കഴിയും. അത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ദില്ലിയിൽ മാത്രമല്ല രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധത്തിന് ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രധാനമായും പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഇന്നിപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയും BJPയും ഇവിടെ ആം ആദ്മി പാർട്ടിയെയും ഒപ്പം അരവിന്ദ് കെജ്രിവാളിനെയും വേട്ടയാടുകയാണ് എന്നാണ് നേതാക്കളുടെ ഒരു ആരോപണം ഉള്ളത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രതിഷേധം കണ്ടതാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് നേതാക്കളുടെ തീരുമാനം. മഹാരാഷ്ട്രയിൽ നിന്ന് പോലും എത്തിയ ആളുകൾ ഞങ്ങൾ കെജ്രിവാളിനൊപ്പമാണ് മഹാരാഷ്ട്ര എന്ന് വ്യക്തമാക്കുന്ന പ്ലാനുകൾ ഉൾപ്പെടെ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നേതാക്കളും പ്രവർത്തകരും എല്ലാം ഇവിടെ ഉള്ളത്. അത്തരത്തിൽ വലിയ ഒരു നേതാക്കളുടെ ഒരു നിര തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നേതാക്കൾ പ്രത്യേകിച്ച് ദില്ലിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചുകൊണ്ട് പഞ്ചാബ് അടക്കമുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ നേതാക്കളുടെ പ്രതിഷേധങ്ങൾ സമാനമായി നടക്കും. അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് हम ये कहना चाहते हैं हमारे CM को बेबुनियाद कोई उसको केस नहीं था, कुछ नहीं था, उसको फिर भी बंद कर दिया. तो ये जो BJP सरकार है ये एक तानाशाही सरकार है. तो इसलिए इसको है ना हमारे इसको छोड़ देना चाहिए. हमारे पब्लिक बहुत परेशान है. पानी, बिजली और जो भी है समस्याएं, बहुत समस्या आने वाली है. तो इसलिए मुख्यमंत्री को रिहा कर दो. उसी में आपका भला है और हमारी जनता उनके साथ है. അത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ എത്രയും വേഗം പുറത്തുവിടണം എന്ന ആവശ്യമാണ് ആം ആദ്മി പ്രവർത്തകർ ഉന്നയിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം തുടരും. അതേസമയം നികേഷ്, ഇന്നിപ്പോൾ BJP പ്രവർത്തകരുടെ പ്രതിഷേധവും ദില്ലിയിൽ നടക്കുന്നുണ്ട്. മദ്യനയ അഴിമതിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിക്കലുമായി ബന്ധപ്പെട്ട അഴിമതിയും ഉയർത്തിയാണ് BJP ഇന്നിപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഒരു വശത്ത് അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറക്കൂ എന്ന് പറഞ്ഞ് ആം ആദ്മി പ്രതിഷേധിക്കുമ്പോൾ മറുവശത്ത് BJPയുടെ പ്രതിഷേധവും ഉണ്ട്. ദൃശ്യങ്ങളിൽ എന്താണെങ്കിലും നമുക്ക് ആം ആദ്മി പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആവേശത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അത്തരത്തിൽ ഭരണഘടനയും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ചിത്രങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആം ആദ്മി പ്രവർത്തകരുടെ പ്രതിഷേധം ദില്ലി ജന്തർ മന്ദിറിൽ തുടരുന്നത്. ദില്ലിക്ക് പുറത്ത് പഞ്ചാബ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ എല്ലാം ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. നികേഷ്, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ദില്ലിയിലെ ജന്തർ മന്ദറിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധം തുടർന്നു.